വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിതാവിന്റെ സ്വത്തുക്കൾക്ക് മക്കൾക്ക് അവകാശമുണ്ട്, എന്നാൽ അത് തുല്യമായിട്ടുള്ള അവകാശമല്ല. കാരണം നമുക്കറിയാം, ഇന്ത്യയിലെ ഓരോ റിലീജിയനും ഓരോ നിയമങ്ങളാണ്. മുസ്ലിംസിനാണെങ്കിൽ മുസ്ലിം പേഴ്സണൽ ആക്ട് പ്രകാരമാണ് സ്വത്തുക്കൾ ഷെയർ ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമാണ്. ഇനി ഹിന്ദുസിന്റെ കാര്യത്തിലാണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരമാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദു സക്സഷൻ ആക്ട് പ്രകാരം എല്ലാ വിമൻസിനും, ഹിന്ദു വിമൻസിനും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് തന്നെ കൊടുക്കുന്നുണ്ടോ, അതായത് അവരുടെ കൗണ്ടർ പാർട്ട് മെയിലിന് തുല്യമായിട്ടുള്ള അവകാശം തന്നെ എല്ലാ വിമൻസിനും, ഹിന്ദു വിമൻസിനും കൊടുക്കുന്നുണ്ടോ? ആക്ച്വലി എല്ലാ ഹിന്ദു വിമൻസിനും മെയിലിന് കൊടുക്കുന്ന അതേ ഈക്വൽ റൈറ്റ് കൊടുക്കുന്നില്ല എന്ന് ഹിന്ദു സക്സഷൻ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. കാരണം ഹിന്ദു സക്സഷൻ ആക്ടിലെ 202 എന്ന സെക്ഷനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, ചില വിമൻസിനെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ നിയമത്തിൽ നിന്നും. ആ എക്സ്ക്ലൂഡ് ചെയ്ത വിമൻസിൽ ഒന്നാണ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത്. ട്രൈബൽ വിമൻസിന് അവരുടെ കൗണ്ടർ പാർട്ട് മെയിലിന് എങ്ങനെയാണോ പിതാവിന്റെ സ്വത്തുക്കൾ കിട്ടുന്നത്, അതേ ലീഗൽ റൈറ്റിന് പിതാവിന്റെ സ്വത്ത് ഇവർക്ക് വാങ്ങിക്കാൻ പറ്റില്ല എന്നാണ് ആ ആക്ടിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, സുപ്രീം കോടതി സെൻട്രലിനോട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം കൺസേൺ ചെയ്തിട്ട് എടുക്കണം. കാരണം ഇതൊരു റിയൽ കൺസേൺ ആണ്, ഈക്വാലിറ്റിന്റെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് 70 വർഷത്തിൽ കൂടുതലായിട്ടും ഇപ്പോഴും ഈ ഒരു ഇൻഈക്വാലിറ്റി, അതിൽ പറഞ്ഞ ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി എന്നൊരു കാര്യത്തെ ഹനിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് കാണുകയും അതിന് വേണ്ടിയിട്ടുള്ള ഈക്വൽ റൈറ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യണം എന്നാണ്. അതായത് ഹിന്ദു വിമൻസിലെ ട്രൈബൽ വിമൻസിനും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് പാരന്റ്സിന്റെ ഫാദറിന്റെ പ്രോപ്പർട്ടീസിലുള്ള ഈക്വൽ റൈറ്റ് കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഹിന്ദു സക്സഷൻ ആക്ട് പറ്റുമെങ്കിൽ അത് അമെൻഡ് ചെയ്തിട്ട് ഈ ഒരു പ്രൊവിഷൻ അതിൽ നിന്ന് എടുത്ത് കളയുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.